ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അർജുൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു ഒരു വാർത്ത കണ്ടു. എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ സഹോദരി മനാഫിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്, കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, സൈബർ ആക്രമണം സഹിക്കാൻ വയ്യാതെ മനാഫിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തിന് മനാഫിനെതിരെ കേസ് കൊടുക്കുന്നു? മനാഫ് നിങ്ങളെന്തെങ്കിലും ചെയ്തോ? നിങ്ങളുടെ സഹോദരനെ കിട്ടാൻ വേണ്ടിയിട്ടില്ല അയാൾ ഇത്രയും നാളും ഊണും ഉറക്കവും ഇല്ലാതെ അവിടെ കിടന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. എന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നു. എത്ര സിമ്പിളായിട്ട് ഇത്രത്തോളം അയാൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെയാണ് മനാഫ് കേസ് കൊടുക്കേണ്ടത്, അല്ലാതെ നിങ്ങളല്ല മനാഫിനെതിരെ കേസ് കൊടുക്കേണ്ടത്. അപ്പം ഞാനൊരു ചെറിയൊരു ക്ലിപ്പ്, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഇത്. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യണ ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം. അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പോ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് മനസ്സിലായതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ. 100% അർജുൻ്റെ വൈഫിനെ കൊണ്ട് ഇവരെല്ലാവരും കൂടും ചെയ്യിപ്പിക്കുകയാണ്. എന്താ പറയുക, ഒരു തരം പ്രഷർ ചെയ്യിപ്പിച്ച് ഇവരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുകയാണ്. ആ നോണ്ടുന്ന ആ ഒരു സീന് കണ്ടില്ലേ? അത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നോണ്ടി പറയുന്നത് എത്രമാത്രം വേദനാജനകമാണല്ലേ. ആ പുള്ളിക്കാരി മിണ്ടാതിരിക്കുന്ന ആ സമയത്ത് ഈ പുള്ളിക്കാരി നോണ്ടിയിട്ട് പ്രഷർ ചെയ്ത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, തുടക്കം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ്റെ സഹോദരിയും അതുപോലെ തന്നെ അർജുൻ്റെ അളിയനും തന്നെയാണ് ഇതിലെ മുഖ്യ കണ്ണികൾ. എന്താ പറയുക, അർജുൻ്റെ വൈഫിനെ കൊണ്ട് പ്രഷർ ചെയ്ത് പറയിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, ആ പുള്ളിക്കാരൻ്റെ സ്വയം ഒരു ഇതിൽ വെച്ചിട്ടല്ല ആ പുള്ളിക്കാരി പറയുന്നത്, അർജുൻ്റെ വൈഫ് പറയുന്നത്. ഇവർ പ്രഷർ ചെയ്ത് പറയിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നുന്നു അല്ലേ? ഒരാളുടെ ഒരു ഇത് വെച്ചിട്ട് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. പക്ഷെ അവളുടെ അവസ്ഥ അങ്ങനെയായിരിക്കാം. ഭർത്താവ് മരിച്ചുപോയി, ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് വേണം അവൾക്ക് കഴിഞ്ഞുകൂടാൻ. അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് മാത്രം കേട്ട് അക്ഷരം പ്രതി കേട്ട് ഈ പുള്ളിക്കാരി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നത്. ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എന്താണെന്നറിയോ? മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇത്രത്തോളം കാര്യങ്ങൾ വഷളാക്കിയത്. ഇത് ഇത്രത്തോളം വഷളാവില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്രത്തോളം വഷളാക്കിയത് മീഡിയയ്ക്ക് മുന്നിൽ പത്രസമ്മേളനം നടത്തി ഇവർ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ച് ഇത്രത്തോളം ആക്കിയത് ഇവർ തന്നെയാണ്. മനാഫിനെ പൊക്കിക്കൊണ്ടുവന്നതും ഇവർ തന്നെയാണ്. മനാഫ് കാര്യങ്ങളൊക്കെ ചെയ്തു, അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈ ഒരു പത്രസമ്മേളനമായിട്ട് പൊക്കിക്കൊണ്ടുവന്ന് മനാഫിനെ വാനോളം ഉയർത്തിയത്. അപ്പോൾ എന്തായി, മനാഫ് ഓരോ പടിപടികളായിട്ട് ഉയർന്നു വരും. ഇവർ കുറ്റപ്പെടുത്തും തോറും മനാഫ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മനാഫ് എത്രത്തോളം അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഷിരൂർ എന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ
ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും മനാഫ് എത്രമാത്രം അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത് എന്നില്ലേ. ആ പോലീസുകാരന്മാർ ചെയ്യുന്നത് കണ്ടില്ലേ. ആ ചളിയും മഴയും ഉള്ള സമയത്ത് മനാഫ് അർജുന് വേണ്ടിയിട്ട് അവിടെ കടന്ന് അടിപിടി കൂടുമായിരുന്നു. അവിടെ അവരെന്താ പറയുക, അന്വേഷണം വൈകിപ്പിക്കുന്നു, അവർ ശരിയായ ദിശയിലല്ല അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു പോലീസുകാരോട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ചളിയും മഴയും ഇതെല്ലാം വകവയ്ക്കാതെ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്താ പറയുക അർജുൻ്റെ ശരീരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് കയ്യടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അതിന് ആരും രോഷം കൊണ്ടിട്ടോ ആരും എന്താ പറയുക ആരും ദേഷ്യം പിടിച്ചിട്ടോ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം കണ്ടിട്ട് കലിതുള്ളിയിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം അവിടെ കാണിച്ച കാര്യങ്ങൾക്കുള്ള പ്രതിഫലമാണ് അദ്ദേഹത്തിന് ആളുകൾ കൊടുക്കുന്നത്. ആളുകൾ അത് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ അതിൻ്റെ സ്വീകരണങ്ങൾ കൊടുക്കുന്നത്. അതിന് ഈ അർജുൻ്റെ വീട്ടുകാർ പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ കാട്ടിയിട്ടോ പ്രഷർ ചെയ്യിപ്പിച്ച് പറയിപ്പിച്ചിട്ടോ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, മീഡിയയിലെല്ലാം അത് വന്നതാണ്. മനാഫ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനാഫ് അനുഭവിച്ച സൈബർ ആക്രമണം അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ എന്താ പറയുക ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അവിടെ ഒരു വിദ്വേഷം തന്നെ നടന്നിട്ടുണ്ട്. ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം എന്തിനാണ് ഇങ്ങനെ കടന്നതാവണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക മതത്തിൻ്റെ പേരിലടക്കം അദ്ദേഹം സൈബർ ആക്രമണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്താ പറയുക അദ്ദേഹമാണ് മനാഫാണ് അവിടെ ഇത്രയും എന്താ പറയുക അർജുന് കള്ളക്കടത്തിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തി അർജുന് കൊന്നത് എന്ന് വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അയാൾ അവിടെ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അർജുൻ്റെ ബോഡിയായിട്ട് തിരിച്ചു വന്നുവെങ്കിൽ ഈ കയ്യടിക്ക് അദ്ദേഹത്തിന് അർഹൻ തന്നെയാണ്. അതിനിപ്പോൾ ആരും രോഷം കൊണ്ടിട്ടോ ആരും കേസ് കൊടുത്തിട്ടോ ആരും ദേഷ്യം വന്നിട്ടോ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ നടത്തിയിട്ടോ അദ്ദേഹത്തിന് കിട്ടേണ്ട സ്വീകരണം കിട്ടാതിരിക്കില്ല. ജനങ്ങൾ എന്താണ് പൊട്ടന്മാരല്ലേ, ഇതെല്ലാം കാണുകയല്ലേ, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് അർജുൻ്റെ ഫാമിലിയോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. പത്രസമ്മേളനം നടത്തി നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് നിങ്ങൾക്ക് ഇത്രയും സൈബർ ആക്രമണം ഏൽക്കേണ്ടി വന്നത്. അല്ലാതെ മനാഫിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും അവിടെ സംഭവിച്ചിട്ടില്ല. മനാഫ് ജെന്യൂൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്രത്തോളം കൈയടിച്ചതും അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ച് അദ്ദേഹത്തിന് ഇത്രത്തോളം സ്വീകരണം നൽകിയത്. അറിയാം മനാഫിന് കിട്ടിയ സ്വീകാര്യതയിൽ എത്രയും വയലൻ്റ് ആയിട്ടോ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതെല്ലാം അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഒരാളെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിച്ച് പറയിപ്പിച്ചിട്ട് നിങ്ങൾ വലിയ ആളുകളായിട്ട് ഇതിൽ എന്ത് നേടി? നിങ്ങൾക്കാണ് ഇപ്പോൾ ശത്രുക്കൾ മുഴുവൻ ആയത്. എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം മനാഫിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ വാനിൽ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മനാഫിൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇത്രത്തോളം അദ്ദേഹത്തെ വാനോളം ഉയർത്തിയത്. നിങ്ങൾ ചെയ്തത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഇനിയിപ്പോൾ എന്ത് കേസ് കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമുള്ളൂ, മനാഫിനോട് പോയി ഇനിയൊരു പത്രസമ്മേളനം നടത്തി മനാഫ് ചെയ്ത കാര്യങ്ങളാണ് ശരി, മനാഫിന് എന്താ പറയുക ക്ഷമ ചോദിക്കുക, എത്രത്തോളം അദ്ദേഹം ചെയ്തതിന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുക. പിന്നെ അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മാറ്ററാണ്. അതിലൊന്നും നിങ്ങൾക്ക് കയറി കൈയെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളും ഓരോരുത്തരുടെ ഓരോരോ ഇതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രത്തോളം അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് എന്താ പറയുക വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഊണും ഉറക്കമില്ലാതെ അവിടെ കിടന്ന് കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അർജുനെ കിട്ടാൻ വേണ്ടി പോരാടുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയതും. അപ്പം ഈ അർജുൻ്റെ സഹോദരി കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. അപ്പോൾ ആ ഒരു ഇത് ആയിട്ട് ഞാൻ വന്നതാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നിങ്ങളെല്ലാം ഇത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്കിലും എനിക്ക് അർജുൻ്റെ വീഡിയോ ഞാൻ ഇത്രത്തോളം ചെയ്തത് കൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.